ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഫ്രോക്ക് മോഡൽ നൈറ്റി. ആ ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റിയിൽ തന്നെ ഒരുപാട് സെയിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണേ. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ 2.90 നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നൈറ്റി ബിറ്റിനെ വീതിക്ക് ഹാഫായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ദേ ഇതുപോലെ തുണീനെ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ടു. അപ്പം ഇതിൻ്റെ മടക്ക് വശം വരുന്നത് ഈ ഒരു ഭാഗത്താണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ അതിൻ്റെ ഓപ്പണിങ് വരണേ. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതുപോലെ വീതിക്ക് ഹാഫായിട്ട് മടക്കിയിട്ട ശേഷം അടിയിലേക്കുള്ള ഫ്രില്ലിൻ്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടിയിലേക്ക് ഫ്രില്ലിനായിട്ട് എനിക്ക് 8 ഇഞ്ചാണ് വീതി വേണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 9.5 ഇഞ്ചിലാണ് ഫ്രില്ലിനായിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഫ്രില്ലിനായിട്ട് 9.5 ഇഞ്ച് വീതിയിൽ ഞാൻ 3 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ. ദേ 9.5-ൽ 3 പീസ് ക്ലോത്ത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും 9.5 ഇഞ്ച് തന്നെയാണ്, നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്തും 9.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ വരണേ. അങ്ങനെ 3 പീസ് ക്ലോത്ത് നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതേ 3 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രില്ലിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ദേ 3 പീസ് ക്ലോത്ത് ഉണ്ട്. 9.5 ഇഞ്ച് വീതിയിൽ 3 പീസ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രില്ല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും അടിവശത്തു നിന്നായിട്ട് 1.25 ഇഞ്ച് വീതിയിൽ ഞാൻ അറ്റം വരെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ 1.25 ഇഞ്ച് വീതിയിൽ ഞാനൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെക്കിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. 1.25 ഇഞ്ച് വീതിയുടെ ഒരു പീസ് ക്ലോത്തും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 പീസ് ക്ലോത്താണ് നമ്മൾ 1.25 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കണേ. അപ്പോൾ ഇതേ 2 പീസ് ക്ലോത്ത് 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ തുണി വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദേ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടു. അപ്പോൾ ഓപ്പൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, മടക്കുവശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് തുണീനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പം നീളത്തിൽ തുണീനെ ഞാൻ വീണ്ടും ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ തുണീനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് 2 പീസായിട്ട് മടക്കാണ് വരണേ. 2 പീസായിട്ട് മടക്കാണ് കേട്ടോ വരണേ. അതുപോലെ തന്നെ ഏറ്റവും അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ്, ഈ ഒരു സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ തുണീനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ബോഡി പാർട്ടിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാൻ അടിയിൽ നിന്ന് ഇങ്ങോട്ട് 37 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 37 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. എങ്ങനെയാണ് ഞാൻ 37 ഇഞ്ച് എടുത്തതെന്ന് പറഞ്ഞുതരാം. നമ്മൾ 8 ഇഞ്ച് ഫ്രില്ലിനായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഫുൾ ലെങ്ത് എനിക്ക് വേണ്ടത് 44 അതിൽ 8 ഇഞ്ച് ഫ്രില്ലിനായിട്ട് പോവും. അപ്പം 44 - 8 ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് 36 ഇഞ്ചാണ്. ആ ഒരു 36 ഇഞ്ചും പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് 37 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇനി നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യണേ കേട്ടോ. അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു.
ഇനി നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോളും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ അടിയിലേക്ക് ഞാൻ 6.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6.5 ഇവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9.25 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ 9.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അടുത്തതായിട്ട് 12.5 ഇഞ്ച് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 12.5 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം 18 ഇഞ്ച് നമ്മുടെ ആ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 18 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി 12.5 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അവിടുത്തെ വണ്ണം 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 18 ഇഞ്ചിൽ ഞാൻ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. 10 ഇഞ്ചും, അപ്പോൾ ഇവിടെ ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് ഒരു 1.5 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു തയ്യൽ തുമ്പുകളൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് എ ലൈനിനൊക്കെ മാർക്ക് ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അടിയിലേക്ക് നമ്മൾ ചെരിച്ച് വരച്ചു കൊടുത്തു. ഏറ്റവും അടിയിലായിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ചിൽ അടിവശം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വീതി ഞാനിവിടെ 3.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ 3.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോണേ. വിയും അല്ല, എന്നാ വെച്ചാൽ ഒന്ന് കർവ് ചെയ്തിട്ടാണ് വി വരച്ചു കൊടുക്കണേ. ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഫ്രണ്ട് നെക്കിന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. അതിനായിട്ട് ഈ ഒരു ലെങ്ത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കുക. നമുക്ക് 6 ഇഞ്ചാണ് വരണേ. അതിൻ്റെ പകുതി കണ്ടിട്ട് മാർക്ക് ചെയ്യുക. 6ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് ആം ഹോളും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട, ഷോൾഡർ സ്ലോപ്പ് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ദേ ബാക്കി വരുന്ന തുണി ഉണ്ടല്ലോ, അത് അലക്ഷ്യമായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. കറക്റ്റ് അതേ ഷേപ്പിന് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് സ്ലീവ്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഈ ഒരു ബാക്കി വന്ന ക്ലോത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ആദ്യമേ തന്നെ ആ ഫ്രണ്ടിൽ ആ നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ ഫ്രണ്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് നെക്കിന്റെ വീതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ച് നെക്കിന്റെ വീതി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നെക്ക് ഇറക്കം കൊടുക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ച് നെക്കിന്റെ ഇറക്കവും മാർക്ക് ചെയ്തു. ഇനി ഞാൻ എനിക്ക് വേണ്ട റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് വേണ്ട നെക്കിന്റെ ഷേപ്പ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു. ഇനി അത് ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ മടക്ക് വശം വരുന്നത് ഈ ഒരു ഭാഗത്താണ്, ഓപ്പൺ വരുന്നത് ഈ ഒരു ഭാഗത്ത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓപ്പൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, മടക്ക് വശം വരുന്നത് ഈ ഒരു ഭാഗത്ത്. ഇനി നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷൻ്റെ തുണിയുടെ മടക്ക് വശം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇതിലോട്ട് ചേർത്ത് വയ്ക്കുക. ഒന്നുകൂടിയും കാണിച്ചു തരാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ ഇപ്പോൾ ബാക്ക് പോർഷൻ ചേർത്ത് വെച്ചു. ഇനി നമുക്ക് ഭംഗിയായിട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ബാക്കിലേക്കുള്ള പീസും കട്ടായിട്ടുണ്ട്, ഫ്രണ്ട് നെക്കും കട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്ക് ചെയ്യാനായിട്ട് നമ്മളെടുത്ത പീസ്. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തേന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പിന് തന്നെ നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ അതേ ബാക്ക് പോർഷൻ്റെ നെക്ക് ചെയ്തെടുക്കാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഈ ഒരു ഷേപ്പിന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോഡി പോർഷൻ മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ചെയ്യാനായിട്ട് ഞാൻ ബാക്കിയുള്ള ക്ലോത്ത് ഇതുപോലെ ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് 2 പീസ് ക്ലോത്താണ് കേട്ടോ വരണേ. 2 പീസ് ക്ലോത്താണ് ഇതിലുള്ളത്. ഇനി നമുക്കിതിന് ഒരു മടക്കും കൂടി മടക്കി കൊടുക്കാം. ഇതിന് ഞാൻ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മടക്കും കൂടി മടക്കി കൊടുത്തു. അപ്പോൾ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം മുകൾ ഭാഗത്താണ് വരണേ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെയും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ പഫ് സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യണേ, പഫായിട്ട് നിൽക്കുന്ന സ്ലീവ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു അറ്റത്തു നിന്ന് ഇങ്ങോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നേരെ അടിയിലേക്ക് ഞാൻ 12.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 12.5 ഇഞ്ച് വരണേ. ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. നേരെ അടിയിലേക്ക് നമ്മൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് ഇവിടെ ഞാനൊരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ടേപ്പ് വെച്ചിട്ട് 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തങ്ങ് വരയ്ക്കാം.
അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം കേട്ടോ. ഈ ബാക്കി വരുന്ന പീസ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കളയണ്ട, മാറ്റി വെച്ചേരെ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഒരു നോച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ നമുക്ക് 2 സൈഡിലേക്കും വെക്കാനുള്ള സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. 2 സൈഡിലേക്കും സ്ലീവ് നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.